നിങ്ങൾക്ക് സ്വാഗതം. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോ എല്ലാവരും ആകാംക്ഷയോടെ ഫലം കാത്തിരിക്കുകയാണല്ലേ? അതെ, ഏകദേശം 2,32,000-ത്തിലധികം വോട്ടർമാരാണ് റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഈ ഫലം എങ്ങനെ പിന്തുടരാം, ഏറ്റവും കൃത്യമായിട്ട് എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായും. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അറിയാൻ, പ്രത്യേകിച്ച് തത്സമയം അറിയാൻ കൃത്യമായ വിവരങ്ങൾ കിട്ടണം. അത് വളരെ പ്രധാനമാണ്. അതെ, നമുക്ക് കിട്ടിയ ചില വിവരങ്ങൾ അനുസരിച്ച് ഇതിപ്പോൾ ഓൺലൈനായിട്ട് അറിയാൻ നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണത്? അതായത് പലയിടത്തും പരതി നടക്കാതെ ഒരു സ്ഥലത്ത് തന്നെ വിവരങ്ങൾ കിട്ടാനുള്ള വഴികൾ വന്നിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online municipality നിലമ്പൂർ മുനിസിപ്പാലിറ്റി. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താ പറയാ, റിപ്പോർട്ടർ TV, ഏഷ്യാനെറ്റ്, 24 ന്യൂസ് മലയാളം, മനോരമ, പ്രമുഖ ചാനലുകളൊക്കെ ഉണ്ടല്ലേ? അതെ, മാതൃഭൂമി, മീഡിയ 1, കൈരളി TV, അങ്ങനെ പ്രധാനപ്പെട്ട മലയാളം ചാനലുകളുടെ എല്ലാം ലൈവ് ഫീഡും അനാലിസിസും ഈ ഒരു സൈറ്റിൽ കിട്ടും. ഓക്കെ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലൈവ് റിസൾട്ട് സൈറ്റിലേക്കുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും ഈ മീഡിയ റിപ്പോർട്ടുകളും ഒഫീഷ്യൽ കണക്കുകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാമല്ലോ. ശരിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരിടത്ത് കിട്ടുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്താണ് പ്രധാന ഗുണം? അതായത് നിങ്ങൾക്കിപ്പോ ഏഷ്യാനെറ്റിന്റെ ഒരു വിശകലനം കാണാം, അതേസമയം തന്നെ മനോരമയുടെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. മീഡിയ 1ന്റെ ഒരു ആംഗിൾ എന്തായിരിക്കും, ഇതൊക്കെ താരതമ്യം ചെയ്യാം. അതിനൊപ്പം തന്നെ ആധികാരികമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കണക്കും അവിടെ തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു ചാനലിനെ മാത്രം ആശ്രയിക്കാതെ ഒരു ഒരു സമഗ്രമായ ചിത്രം കിട്ടാൻ ഇത് സഹായിക്കും. വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനും ഇത് നല്ലതാണ്. ശരിയാണ്. ഒരുപാട് സൈറ്റിൽ മാറി മാറി നോക്കുന്ന സമയം ലാഭിക്കാം, അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് വന്നാൽ ജൂൺ 23 രാവിലെ 8 മണിക്കാണ് തുടങ്ങുന്നത്. 8 മണിക്ക്. അപ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണല്ലേ? അതെ, കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ആദ്യം ഈ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. അതായത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അവശ്യ സേവന വിഭാഗക്കാരുടെയൊക്കെ വോട്ടുകൾ. എണ്ണത്തിൽ ചിലപ്പോൾ കുറവായിരിക്കാം, എന്നാലും മത്സരം ഭയങ്കര ടൈറ്റാണെങ്കിൽ ഈ വോട്ടുകളിലെ ലീഡ് ചിലപ്പോൾ ഒരു സൂചന തന്നേക്കാം. അതുകൊണ്ട് ആ തുടക്കം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഒരു ആദ്യ ട്രെൻഡ് മനസ്സിലാക്കാൻ ചിലപ്പോൾ അത് സഹായിച്ചേക്കാം. അതിനുശേഷം പിന്നെ EVMിലേക്കാണോ? അതെ അതെ. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ശരി. അതാണ് മെയിൻ വോട്ടുകൾ. ഏകദേശം ഒരു 8:30 മണിയോടെ 8:30 ആവുമ്പോഴേക്കും ഈ EVMിലെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8:30യോടെ?